നാലാം ഹോം മത്സരത്തിനൊരുങ്ങുന്ന കണ്ണൂർ വാരിയേഴ്സിനെ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വലിയ ആരാധക പിന്തുണയാണ് ലഭിക്കുന്നത്. നമുക്ക് കാണാം ആരാധകർ വലിയ തരത്തിലുള്ള പിന്തുണ നൽകുന്നു. കാരണം കഴിഞ്ഞ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിൽ പിന്തുണ കണ്ണൂർ വാരിയേഴ്സിന് നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ 3 മത്സരങ്ങളിൽ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു പ്രകടനം കണ്ണൂർ വാരിയേഴ്സിന്റെ കളിക്കാരിൽ നിന്നുണ്ടായില്ല. അതിനൊരു നിരാശയുണ്ടെങ്കിൽ കൂടി ഇന്നത്തെ മത്സരം കൊച്ചിക്കെതിരെ വിജയം നേടുമെന്നുള്ള വലിയ ആരാധക പ്രതീക്ഷ നിലനിൽക്കുന്നു. ഇന്നത്തെ മത്സരത്തെ എങ്ങനെയാ കാണുന്നത്? ആരാധകർ ആരും പ്രതികരിക്കാനില്ല എങ്കിൽ കൂടിയും അവരുടെ ആവേശം കളിക്കാർക്ക് നൽകുന്നുണ്ട്. കാരണം എവേ മത്സരത്തിൽ കൊച്ചിക്കെതിരെ നേടിയ ഒരു ഗോളിന്റെ വിജയം, അതിലാണ് ഈ കണ്ണൂരിലുള്ള ആരാധകർ പ്രതീക്ഷ വയ്ക്കുന്നത്. എങ്ങനെ ഇന്നത്തെ മത്സരം ജയിക്കും? പിന്നെ പറയണ്ട, കഴിഞ്ഞ പ്രകടനങ്ങളിലൊരു പ്രകടനം അതാണ് നമ്മുടെ കരുത്ത്. കൊച്ചിക്കെതിരെ ജയിക്കും, ഈ കളി ജയിച്ചിരിക്കും. കൊച്ചിക്കെതിരെ കളി ജയിക്കും. ജയിക്കും. സെമിയിലെത്തും എന്നുള്ള പ്രതീക്ഷ നമ്മള് ഫൈനലും ജയിക്കും. കണ്ണൂർ വാരിയേഴ്സ് കിരീടം നേടുമെന്നുള്ളതാണ് അതിന്റെ നാട്ടിലുള്ള ആരാധകർ പറയുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനത്തിലുണ്ടായ കുറവ് ഇന്ന് മറികടക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകളും അതുപോലെ തന്നെ പ്രായമായവരും യുവാക്കളും അടങ്ങിയ വലിയ താരനിരയുണ്ട്. ചേട്ടാ, ഇന്നത്തെ മത്സരത്തെ എങ്ങനെ കാണുന്നത്? ഇന്നത്തെ മത്സരം എന്തായാലും നമ്മൾ ജയിച്ചിരിക്കും. എന്തായാലും എത്തണം. നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കളി കാണാൻ തന്നെ വന്നിരിക്കുന്നത്. പക്ഷേ സ്റ്റേഡിയത്തിനുള്ള ഒരു പിന്തുണ കളിക്കാർക്ക് അത് എഫക്ട് ചെയ്യുന്നില്ലല്ലോ. അതിപ്പം എന്താ പറയണ്ട, അന്നത്തെ കളി മഴ കൊണ്ട് എല്ലാവർക്കും ആവേശം കുറഞ്ഞിട്ടുണ്ട്. ഇന്നെന്തായാലും അതിന്റെ ഇരട്ടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ പ്രതീക്ഷയാണുള്ളത്. നമുക്ക് വീണ്ടും ആരാധകരുടെ അടുത്തേക്ക് പോവാം. എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? നല്ല മത്സരമായിരിക്കും. എന്തായാലും കണ്ണൂർ ഇന്ന് ജയിക്കും. 2-0 ജയിക്കും. 2-0 ജയിക്കും. അതെന്താ അങ്ങനെ? കൈനാളി അവർ 1-0 ജയിച്ചു. അതെ, അവരെ ഗ്രൗണ്ട്. അപ്പോ കൈനാളി വെച്ച് നോക്കുമ്പോ കുറച്ചുകൂടി ബെറ്റർ മാച്ച് ആയിരുന്നു. പക്ഷെ നമ്മുടെ 3 കളി വളരെ മോശം. 3 കളി രണ്ടാമത്തെ മോശമില്ലോ. ഫസ്റ്റ് കൈനാളി പിന്നെ മഴ ആയിക്കൊണ്ട് പിന്നെ അങ്ങനെ പോയി. ഇപ്രാവശ്യം എന്തായാലും കറക്റ്റ് സെമിയിലെത്താമെന്നുള്ള പ്രതീക്ഷ. സെമിയിലെത്താമെന്നുള്ള പ്രതീക്ഷ. ഈ കളി വെച്ചാൽ ചിലപ്പോ 4-മോ 3-മോ എത്തും. അപ്പോ ഇന്നത്തെ ജയം അനിവാര്യം. വലിയ പിന്തുണയാണ് ആരാധകരുടെ ഭാഗത്ത് കിട്ടുന്നല്ലേ? വലിയ പിന്തുണ ഇപ്പൊ തന്നെ ക്രൗഡായിട്ടിരിക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവര്. ചേച്ചി, ഇന്നത്തെ മത്സരത്തെ എങ്ങനെയാണ്? എവിടുന്നാ വന്നിരിക്കുന്നത്? കുട്ടികളൊക്കെ നല്ല എങ്ങനെ നമ്മുടെ മത്സരം പൊതുവെ കണ്ണൂരിന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? പൊതുവെ കണ്ണൂരാണ് ചാൻസ് കൂടുതൽ. കൊച്ചിക്കെതിരെ ജയിക്കും. കൊച്ചിക്കെതിരെ ജയിക്കാൻ പറ്റും. ഫസ്റ്റ് ജയിക്കും. നമുക്ക് കാണാം കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട് ഇവിടെ മത്സരം കാണുന്നതിന്. വലിയ പിന്തുണ കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി ആരാധകരുടെ ഭാഗത്തുണ്ട്. ഇന്നത്തെ മത്സരം ജയിച്ച് സെമിയിലേക്ക് കടക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഇനി കണ്ണൂരിന്റെ ഹോം ഗ്രൗണ്ടിൽ ഒരു മത്സരം മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ ഇന്ന് കൊച്ചിക്കെതിരെ ഒരു വലിയ തരത്തിലുള്ള മേൽക്കൈ നേടുന്ന ഒരു വിജയം നേടാനുള്ള പ്രതീക്ഷ ആരാധകർ പങ്കുവയ്ക്കുന്നു. ഒപ്പം നമുക്ക് കാണാം ഗ്രൗണ്ട് ഉൾപ്പെടെ ഭംഗിയായി ഒരുങ്ങിക്കഴിഞ്ഞു. ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് കണ്ണൂർ വാരിയേഴ്സിന്റെ താരങ്ങൾ ഇന്ന് ഗ്രൗണ്ടിൽ അത് പ്രകടിപ്പിക്കുമെന്നതിന് പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. കണ്ണൂരിന്റെ ഫുട്ബോൾ മൈതാനം, അതുപോലെ തന്നെ ആരാധകർ ഉൾപ്പെടെ ഈ മത്സരത്തെ ആ രൂപത്തിൽ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ രാജേഷ് വടയൂർക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1 കണ്ണൂർ.